നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു ബീട്രൂട്ട് സ്നാക്കാണ്. എന്നിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ബീട്രൂട്ട് തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഒരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി വേണ്ടുന്നത് കുറച്ച് കടലമാവാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ 1/4 കപ്പ് അളവിൽ അരിപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചത്, 2 പിഞ്ച് അളവിൽ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. എരിവുള്ളതാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതിയേ. ഇത് ഇത്രയും ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം, വളരെ കുറച്ച് വെള്ളം മതി. ബീട്രൂട്ടിനകത്ത് തന്നെ ചെറിയ രീതിയിൽ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് ചെറിയ രീതിയിൽ മതി. ചെറുതായിട്ട് ബീട്രൂട്ടിലൊന്ന് മാവാവുന്ന രീതിയിൽ നമ്മൾ കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഓയിൽ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ബീട്രൂട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. നമ്മൾ മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ, അല്ലെങ്കിൽ അകത്ത് വേവത്തതും ഇല്ല, പെട്ടെന്ന് തന്നെ അത് കരിയുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ഇത് കുക്ക് ചെയ്തെടുക്കാവൂ. നമ്മുടെ ആദ്യത്തെ ബാച്ച് ബീട്രൂട്ട് ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് വറുത്ത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. മുഴുവൻ ബീട്രൂട്ട് ഞാനിവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. ഈവനിങ് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.